പത്തനംതിട്ട കോട്ടാങ്ങളിൽ SDPI കോൺഗ്രസ് സഖ്യത്തിന് വൻ തിരിച്ചടി. BJP വൈസ് പ്രസിഡന്റ് സ്ഥാനം റദ്ദാക്കിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തു. SDPI നൽകിയ പരാതിയിൽ ഹരികുമാറിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായിരുന്നു. ഹൈക്കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഈ കോട്ടാങ്ങളിൽ SDPI കോൺഗ്രസ് സഖ്യത്തിന് തിരിച്ചടിയായത്? അശ്വതി, നിലവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും SDPIക്കും ഒരേപോലെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു നടപടിയാണ്, ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 27-നാണ് പഞ്ചായത്തിലേക്കുള്ള വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. വൈസ് പ്രസിഡന്റായിട്ട് BJPക്കാണ് വിജയം ലഭിക്കുകയുണ്ടായത്. പ്രധാനമായിട്ടും BJPയും UDFും തുല്യനില പാലിക്കുന്ന ഒരു പഞ്ചായത്താണ്. 5 വീതം സീറ്റുകളാണ് രണ്ട് മുന്നണികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ 5 വീതം വോട്ടുകളാണ് ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയം നിശ്ചയിച്ചത്. നറുക്കെടുപ്പിലൂടെ BJPയുടെ സ്ഥാനാർത്ഥി ഹരികുമാർ വൈസ് പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കുകയായിരുന്നു. തുടർന്നാണ് ഈ നറുക്കെടുപ്പിൽ ക്രമക്കേടുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് SDPI ജില്ലാ ഭരണകൂടത്തിനും ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. തുടർന്ന് അവർ വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ SDPIയുടെ പരാതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധനകളോ അന്വേഷണമോ നടത്താതെ ആ നടപടി അല്ലെങ്കിൽ ആ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം റദ്ദ് ചെയ്യുന്ന നടപടിയായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. ആ ഒരു ഭീകര സംഘടനയുടെ പരാതിയിൽ ഒന്നും ആലോചിക്കാതെ, മുന്നും പിന്നും ആലോചിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കി കളയുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു. തുടർന്നാണ് BJP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൃത്യമായിട്ട് ചട്ടപ്രകാരം തന്നെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. നറുക്കെടുപ്പ് നടപടികൾ കൃത്യതയോടുകൂടിയാണ് പൂർത്തീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ BJP ഹൈക്കോടതിയെ ധരിപ്പിക്കുകയും BJPയുടെ വാദം ഹൈക്കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയും ചെയ്യുകയാണ്. അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനം റദ്ദാക്കിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി നിലവിൽ എന്തായാലും ഹരികുമാറിന് വൈസ് പ്രസിഡന്റായി വീണ്ടും തുടരാൻ സാധിക്കില്ലെങ്കിൽ പോലും റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു പദവി റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും മത്സരം ഉണ്ടാകും. വീണ്ടും തുല്യനില പാലിക്കുകയാണെങ്കിൽ വീണ്ടും നറുക്കെടുപ്പ് നടപടികളിലൂടെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ SDPI കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. പിന്നീട് കോൺഗ്രസ് ആ പിന്തുണ, SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ സ്ഥാനാർത്ഥി രാജിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നറുക്കെടുപ്പിലൂടെ ഇത്തവണ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം പഞ്ചായത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഹൈക്കോടതി വിധി ഉണ്ടായ സാഹചര്യത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ തന്നെയായിരിക്കും വൈസ് പ്രസിഡന്റിനെ വീണ്ടും തെരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഉണ്ടാവുക. അശ്വതി. ഗോകുൽ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കിയിരിക്കുകയാണ്. BJP വൈസ് പ്രസിഡന്റ് സ്ഥാനം റദ്ദാക്കിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയാണ് ഹൈക്കോടതി റദ്ദ് ചെയ്തത്.